150 വയസ്സ് വരെ ജീവിക്കും. ലോകത്തിന് മുമ്പിൽ ചൂടേറിയ വിവാദ ചർച്ചകൾക്ക് ഇടം തുറന്ന രണ്ട് ലോക നേതാക്കളുടെ സംഭാഷണം. സ്ഥലം ബീജിംഗ്, ചൈന. സംഭവം: രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിന്റെ 80 വർഷം തികയുന്നതിന്റെ ദിവസമായിട്ടുള്ള സൈനിക പരേഡ്. വേദിയിലേക്ക് കടന്നു വരുന്ന റഷ്യൻ പ്രസിഡന്റ്, ചൈനീസ് പ്രസിഡന്റ്, ഉത്തര കൊറിയൻ നേതാവ് കിം ഉൾപ്പെടെയുള്ള ലോകശക്തിയിലെ മുൻനിര നേതാക്കൾ. ലോകശ്രദ്ധ നേടാനായി ചൈനീസ് ഒരുക്കിയ സൈനിക പരേഡുകൾ യന്ത്രക്കോപ്പുകളിലോ മാത്രമല്ല, മാനവശേഷി കണ്ണും ചെവി ഉടക്കിയത്. വെറും 40 സെക്കൻഡ് നീളുന്ന അത്യാധുനിക ശേഷിയുള്ള മൈക്രോഫോണുകൾ പിടിച്ചെടുത്ത സംഭാഷണത്തിന്റെ പുറകിലാണ് ഇപ്പോൾ ലോക ചർച്ച. വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് പറയുന്നത്, മുമ്പ് ആളുകൾക്ക് 70 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്നത് അപൂർവമായിരുന്നു. ഇന്നോ 70ാമത്തെ വയസ്സിൽ പോലും നമ്മൾ കുട്ടികളാണ്. ഭാവിയിൽ 150 വയസ്സ് വരെ നമ്മൾ ജീവിച്ചേക്കും. ഇതിന്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് പ്രതികരിച്ചതാകട്ടെ ഇങ്ങനെ: അങ്കമാറ്റ വെപ്പുകളും വൈദ്യശാസ്ത്രത്തിലെ പുരോഗതിയും കൂടി വന്നാൽ മനുഷ്യർക്ക് അമരത്വം വരെ നേടാനാകും. മറ്റ് നേതാക്കൾക്കൊപ്പം നിസ്സാരമായി പറഞ്ഞു നിർത്തിയെങ്കിലും വലിയ ചർച്ചകൾക്ക് ഇടം കൊടുത്തു. പിന്നീട് വിവാദമായതോടുകൂടി പത്രസമ്മേളനത്തിൽ ആദ്യം ഈ വിഷയം ഉന്നയിച്ചത് ചൈനീസ് പ്രസിഡന്റ് ആണെന്ന് വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ്.